മാതൃഹത്യ, നരബലി, ഇതെല്ലാമല്ലേ നമ്മൾ കേൾക്കുന്നത്. ഒരിക്കൽ നമ്മൾ ഓർക്കും, ഇത് ഒറ്റപ്പെട്ടതാണ്. ഒറ്റപ്പെട്ടതെന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കും. രണ്ടുപേരെ കൊല്ലുന്ന അവസരത്തിൽ നമ്മൾ ഞെട്ടിവരയ്ക്കുന്നു. അത് സമാധാനം ഉണ്ടാകുന്നതിന് മുമ്പ് 4 പേരെ കൊല്ലുന്നു, 5 പേരെ കൊല്ലുന്നു. നമ്മൾ ആത്മപരിശോധന നടത്തണ്ടേ? ശരിയാണ്, വ്യതിയാനമാണ്, നാശമല്ല, വ്യതിയാനമാണ്. അപ്പൊ ഗുരുദേവനെ പോലെയുള്ളവരുടെ ആ ടീച്ചിങ്, അതിൽ നിന്ന് നമ്മൾ അകലുകയാണോ? സമൂഹം അകലുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാര്, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നിലവാരമുള്ള ചെറുപ്പക്കാരാണ് വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ ചെറുപ്പക്കാര്. യാതൊരു സംശയം വേണ്ട, ലോകത്തിലെ 1-ാം സ്ഥാനത്ത് തന്നെയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് അവർ അതിജീവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ എന്നെ പോലെയുള്ള രാഷ്ട്രീയക്കാര് ആത്മപരിശോധന നടത്തണ്ടേ? ഗുരുദേവൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ നിരൂപിക്കുക മാത്രമല്ല ആത്മപരിശോധന നടത്തണം എന്ന് ഗുരുദേവൻ പറഞ്ഞില്ലേ? ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ ഞങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനകളെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയിലൂടെ വന്നവരാണ്. പക്ഷെ ഇന്ന് എത്ര പേരുടെ മക്കള്, വലിയ വലിയ നേതാക്കന്മാരുടെ മക്കള് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനമുള്ള സ്കൂളുകളിലും കോളേജുകളിലും തങ്ങളുടെ മക്കളെ വിടുന്നുണ്ട് എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. കാരണം ഞങ്ങളെല്ലാം പഠിച്ചു വന്നത് ആ സ്കൂളുകളിലും കോളേജുകളിലുമാണ്. പക്ഷേ ഞങ്ങളുടെ മക്കളെ അങ്ങനെയുള്ള അരാജകത്വമുള്ള സ്ഥലത്തേക്ക് വിടുവാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം എന്റെ മകന് നല്ല വിദ്യാഭ്യാസം വേണം, അവന് നല്ല ജോലി വേണം, അവന് നല്ല ഭാവി വേണം. അതുകൊണ്ട് ഞങ്ങളെ പോലെ, എന്നെ പോലെ അവൻ രാഷ്ട്രീയം കളിച്ച് പരീക്ഷണത്തിന് പോകരുത്. തീർച്ചയായിട്ടും എന്റെ കുടുംബത്തിന് സാമ്പത്തിക സ്രോതസ്സായിട്ട് അവനുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതല്ലേ നമ്മൾ ഇന്ന് കാണുന്നത്? ഞങ്ങളുടെ കാലഘട്ടത്തില് രാഷ്ട്രീയം എന്ന് പറയുന്നത് സർവ ദുഷ്ടാചാരങ്ങളെയും ദുഷ്ടപ്രവർത്തികളെയും ക്യാമ്പസിൽ നിന്ന് മാറ്റി നിർത്തുമായിരുന്നു. അവിടെ റാഗിംഗ് നടത്തുവാൻ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. റാഗിംഗ് നടത്തുവാൻ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. മയക്ക് മരുന്നുകാരൻ വിൽപ്പനയ്ക്ക് വരുവാൻ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. ക്രിമിനൽസ് വരുവാൻ സമ്മതിക്കില്ലായിരുന്നു. ഇന്നതാണോ അവസ്ഥ? മാറിയിരിക്കുന്നു. ആ ഗുരുദേവൻ പറഞ്ഞതുപോലെ ആത്മപരിശോധന നടത്തുകയാണ് ഞാനും. തീർച്ചയായിട്ടും എങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഗുരുദേവന്റെ വചനങ്ങൾ പറയുവാൻ ഇങ്ങനെയുള്ള അവസരത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാക്കുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലേ നമ്മുടെ ഈ സമൂഹം ഇന്ന് നടപ്പിലാക്കേണ്ടത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നും പറഞ്ഞു തരുമെന്ന് പ്രസക്തിയില്ലേ? ഇന്ന് പ്രസക്തിയില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. യാതൊരു സംശയവും വേണ്ട. മതസംബന്ധമായ മൂഢവിശ്വാസം പാടില്ല. ഒരു മതത്തെയും ദേഷിക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നരഹത്യ, കൂടോത്രം, ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? സാധാരണ മനുഷ്യരല്ല, ബോധമുള്ളവരാണ്, സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നവരാണ്. പലപ്പോഴും നേതാക്കന്മാർ തന്നെ കൂടോത്രത്തെ പറ്റി പറയുന്നു, അതിന് ശക്തിയുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, മതസംബന്ധമായ മൂഢവിശ്വാസം പാടില്ല എന്ന് പറയുവാൻ. അന്ധവിശ്വാസത്തിലേക്ക് സമൂഹം പോകുന്നില്ലേ? എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കില്ലേ? അഭിചാരം നടത്തിയിരിക്കുന്നു, കൊല ചെയ്തിരിക്കുന്നു, കുട്ടിയെ കൊന്നിരിക്കുന്നു, ഭാര്യയെ കൊന്നിരിക്കുന്നു, സഹോദരനെ കൊന്നിരിക്കുന്നു, വൃദ്ധയെ കൊന്നിരിക്കുന്നു. പത്രങ്ങളിൽ നമുക്ക് കാണാം, മാധ്യമങ്ങളിൽ കാണാം. നമ്മൾ ആത്മപരിശോധന നടത്തണ്ടേ? നമ്മൾ ആത്മപരിശോധന നടത്തണ്ടേ? ഈ 137ാം അവസരത്തിലും വാർഷികത്തിന്റെ അവസരത്തിലും നമ്മൾ ആത്മപരിശോധന നടത്തണം.
എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ഗുരുദേവന്റെ ദൈവതുല്യനായിട്ടുള്ള ഗുരുദേവന്റെ മുമ്പില് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി